പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഒരു ബർഗർ ഞാനും കുട്ടും കൂടെ കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തു കേട്ടോ. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, പൈസ ലാഭിച്ചത് മാത്രമായി. കുട്ട് വലിയ പീസ് എടുത്തു, എനിക്ക് ചെറിയൊരു കഷ്ണം പറഞ്ഞു കേട്ടോ. ഞങ്ങൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ആദ്യം ഞങ്ങൾ ഇങ്ങനെ കേട്ടോ ചെയ്യാറുള്ളത്, ഒരെണ്ണം ആദ്യം വാങ്ങിക്കും, എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയും വാങ്ങിക്കാറുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് പൈസയും സേവ് ചെയ്യാം. അപ്പം നിങ്ങൾ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കുട്ട് പിന്നെ ഒന്ന് പറയണ്ട, കുട്ട് ബർഗറിൻ്റെ ആശാനാണ്. കുട്ട് ഞമക്കം അടിച്ച് മാറുന്നുണ്ട് കേട്ടോ. അതിനുശേഷം മുത്തശ്ശിക്ക് വേറെ എന്ത് തരുമെന്ന് ചോദിച്ചാലും മുത്തശ്ശി വേണമെങ്കിൽ എടുത്ത് തരും കേട്ടോ. മുത്തശ്ശിയുടെ വീട് വേണമെങ്കിൽ തരും. പക്ഷേ കരിക്ക് മുത്തശ്ശിയുടെ കൈ കിട്ടിയാൽ പിന്നെ മുത്തശ്ശി ലോകം മറന്ന പോലെയാണ് കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമാണ് മുപ്പത്തിക്ക് കരിക്ക്. കാരണം ഞങ്ങളെ വീട്ടിലിപ്പോൾ അധികം കരിക്കൊന്നും കിട്ടാനൊന്നുമില്ല. അങ്ങനെ മുത്തശ്ശി ആസ്വദിച്ച് കരിക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മയുടെ ഈ ഒരു സാരി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു. കുറേ പേര് ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷം കേട്ടോ. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയിട്ട് നിങ്ങൾക്കത് യൂസ്ഫുൾ ആയി എന്ന് പറഞ്ഞതുകൊണ്ട് ലിങ്ക് ഞാനിവിടെ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കാം.